അപ്പോൾ ഇനി നമ്മൾ പറയാനുള്ളത് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആണ്. എന്താണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്നുള്ളത് എക്സാമിന് പല പ്രാവശ്യം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? ഇറ്റ് ഈസ് ദ വെലോസിറ്റി അറ്റ് എനി ഇൻസ്റ്റന്റ് ഓഫ് മോഷൻ. ഇറ്റ് ഈസ് ദ വെലോസിറ്റി അറ്റ് ദ എനി ഇൻസ്റ്റന്റ് ഓഫ് മോഷൻ. ആ മോഷനിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈം എടുത്താൽ, ചെറിയ ഇന്റർവെൽ ഓഫ് ടൈം എടുത്താൽ, ആ ചെറിയ ഇന്റർവെൽ ഓഫ് ടൈമിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക സമയത്ത് ഉണ്ടാകുന്ന വെലോസിറ്റിയെയാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയുക. പ്രത്യേക ഇൻസ്റ്റന്റിലുള്ള വെലോസിറ്റി തന്നെയാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയാം. ആ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കാണാൻ ഇക്വേഷനും കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. v is equal to limit delta x divided by delta x limit delta t tends to 0 delta x divided by delta t. ഇത് നമ്മൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുക dx by dt. ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടി. dx by dt എന്നുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടുക. ഇതാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയുടെ ഇക്വേഷൻ ആയിട്ട് നമ്മൾ പറയുന്നത്. ഇനി ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യനുകൾ പറഞ്ഞത് ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. എന്താ പറഞ്ഞത്? ദ പൊസിഷൻ ഓഫ് എൻ ഒബ്ജക്ട് മൂവിംഗ് അലോങ് എക്സ് ആക്സിസ്. എക്സ് ആക്സിൽ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ഗിവൺ ബൈ ദ റിലേഷൻ എക്സ് ഈക്വൽ ടു എ പ്ലസ് ബി ടി സ്ക്വയർ, വേർ എ is equal to 8.5 meter, b is equal to 2.5 meter per second square. What is the instantaneous velocity? What is the velocity at t is equal to 0? ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. at t is equal to 0. t is equal to 0 ഉണ്ടാകുന്ന വെലോസിറ്റി എത്രയാണ്? അതേപോലെ ബി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചത് വാട്ട് ഈസ് ദ വെലോസിറ്റി അറ്റ് t is equal to 2 സെക്കൻഡ്. ഇത് രണ്ടുമാണ് നമുക്ക് കാണാനുള്ളത് അല്ലേ? അപ്പോൾ നമ്മൾ ഇതിന് ആൻസർ ചെയ്യുമ്പോൾ ആദ്യം ഇവിടെ ഏത് വെലോസിറ്റിയാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആണോ, ആവറേജ് വെലോസിറ്റി ആണോ, വേറെ ഏതെങ്കിലും വെലോസിറ്റി ആണോ എന്നുള്ളത് ആദ്യം നോക്കാം. ഇവിടെ ഏതാ പറഞ്ഞിട്ടുള്ളത്? അറ്റ് t is equal to 0 എന്ന് പറയുമ്പോൾ t is equal to 0 സെക്കൻഡിൽ, 0th സെക്കൻഡിൽ, ആ 0 സെക്കൻഡിൽ അതിൻ്റെ എത്ര വെലോസിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അറ്റ് t is equal to 2 സെക്കൻഡ് എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ സെക്കൻഡിൽ എത്ര ഉണ്ട്? അറ്റ് t is equal to 2 സെക്കൻഡ് എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ സെക്കൻഡിൽ എത്രയാണ് അതിന്റെ വെലോസിറ്റി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ മനസ്സിലായി, ഒരു പ്രത്യേക സമയത്തുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ടൈം ഇന്റർവെല്ലിലുള്ളതല്ല ചോദിച്ചിട്ടുണ്ട്, ഒരു പ്രത്യേക സമയത്തുള്ളതാണ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ചെയ്യാനുള്ളത് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആണ് കാണാനുള്ളത് അല്ലെ? അപ്പൊ അങ്ങനെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി നമ്മൾ കാണുകയാണെങ്കിൽ അതിന് ആൻസർ വരിക, നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണല്ലോ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ നമ്മൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഏതാ കിട്ടിയത്? v is equal to dx by dt എന്നുള്ളതാണ്. ഫൈനൽ ഇക്വേഷൻ നമ്മൾ എഴുതി dx by dt. ഇതാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ നമ്മൾ എഴുതി കൊടുത്തു. ഇനി എക്സ് എന്താണ് എന്നുള്ള ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്? എക്സ് is equal to a plus b t സ്ക്വയർ ആണ്. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് എന്ത് എഴുതി കൊടുത്തു? a plus b t സ്ക്വയർ എഴുതി കൊടുത്തു അല്ലെ? ഇനി ഇത് രണ്ട് ടേമാണ്. എ എന്നുള്ള ഒരു ടേമും ഉണ്ട്, ബി ടി സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ടേമും ഉണ്ട്. അപ്പോൾ രണ്ടും പ്രത്യേകം ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് പ്ലസ് ചെയ്താൽ മതി. നമ്മൾ ഡിഫറൻഷിയേഷൻ പഠിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു? ബി is equal to ഡി എ ബൈ ഡി ടി ഒരു ടേമായി, പ്ലസ് രണ്ടാമത്തെ ടേം ഡി ബൈ ഡി ടി ഓഫ് ബി ടി സ്ക്വയർ, ബി ടി സ്ക്വയർ ഉള്ള രണ്ടാമത്തെ ടേമായിട്ട് എഴുതി. ഇനി എ എന്നുള്ളത് കോൺസ്റ്റന്റ് അല്ലേ? കോൺസ്റ്റന്റിന്റെ ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും. കോൺസ്റ്റന്റ് ഡിഫറൻഷിയേഷൻ 0 ആയിരിക്കും. അതിനെ അറിയില്ല എന്നുണ്ടെങ്കിൽ മാത്സിൽ നമ്മൾ പഠിക്കാനുള്ളതാണ്, പ്ലസ് 2 എത്തുമ്പോൾ പഠിക്കട്ടോ. ഏത് കോൺസ്റ്റന്റ് ആണെങ്കിലും കോൺസ്റ്റന്റ് ഡിഫറൻഷിയേഷൻ അതൊന്നുമല്ല, ചേഞ്ചിങ് എന്നല്ലേ പറയുന്നത്. എ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. എയുടെ വാല്യൂ ഫിക്സഡ് അല്ല, 8.5 അല്ല, കോൺസ്റ്റന്റ് ആണ്, മാറുന്നില്ലല്ലോ. അപ്പൊ അതിന് ചേഞ്ച് ഇല്ല. അപ്പൊ ഡി എ എന്നുള്ളത് ചേഞ്ചിങ് എ എന്ന് പറയുന്നത് 0 ആയി. അതുകൊണ്ട് ഈ ടേം മൊത്തം 0 ആയിട്ട് മാറി. പ്ലസ് രണ്ടാമത്തെ ടേമിൽ ശരിക്കും അത് ഇൻഡ്യൂ ചെയ്യാനാണ്. അപ്പൊ അത് വിരല് v is equal to, അത് നിങ്ങൾ പ്ലസ് 2 പഠിച്ചാൽ മതി, ജസ്റ്റ് ഒന്ന് പറയാമെന്ന് മാത്രം. v is equal to b into d by dt of t സ്ക്വയർ. അതായത് b വെച്ചിട്ട് ഇൻഡ്യൂ ചെയ്തിട്ട് d by dt of t സ്ക്വയർ കാണും. പ്ലസ് അടുത്ത് എന്ത് ചെയ്യാം? തിരിച്ച് ചെയ്യാം. t സ്ക്വയർ ഇൻറ്റു d by dt of b എന്നുള്ളതും ചെയ്യാം. അപ്പോൾ രണ്ടാമത് നമുക്ക് ആദ്യം ചെയ്യാം. ടി സ്ക്വയർ ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ബി എന്ന് പറയുമ്പോൾ അതിന്റെ ആൻസർ ഡി ബൈ ബി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റിന്റെ ഡെറിവേഷൻ അല്ലേ, അത് 0 വരും. അപ്പോൾ ആ ടേം മൊത്തമായിട്ട് 0 ആയിട്ട് പോകും. പിന്നെ ഒന്നാമത്തെ ടേം മാത്രമേ ഉണ്ടാവുള്ളൂ, ടി സ്ക്വയർ ബി ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ടി സ്ക്വയർ എന്നുള്ളത്. അപ്പം അത് ചെയ്യുമ്പോൾ ടി സ്ക്വയർ എന്നുള്ളത് x raised to n എന്നുള്ള സംഭവം നമ്മൾ പഠിച്ചതാണ്. ആ രൂപത്തിലേക്ക് ചെയ്തു വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും?
2bt എന്നുള്ളത് കിട്ടും. അതായത് ഇവിടെ വെലോസിറ്റിയുടെ ഇക്വേഷൻ വരാം v = 2bt എന്നുള്ളതാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയുടെ ഇക്വേഷൻ. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയുടെ ഇക്വേഷൻ ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും, v = 2bt എന്നുള്ളതാണ് കിട്ടുക. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഈ ടിയുടെ സ്ഥാനത്ത് വാല്യൂസ് കൊടുത്തു നോക്കിയാൽ മതി. ഇവിടെ കൊടുത്തു നോക്കാം, v = t = 0 സെക്കൻഡ്. ടീന്റെ അവിടെ 0 എന്ന് കൊടുക്കാം. 0 എന്ന് കൊടുക്കുമ്പോൾ എന്തായിരിക്കും ഇതിന്റെ ആൻസർ വരിക? t = 0 എന്ന് കൊടുക്കുമ്പോൾ എന്താ വരിക? ഈ ടേം മൊത്തമായിട്ട് v = 2b × 0. 0 കൊണ്ട് ഇൻറ്റു ചെയ്താൽ എത്ര ആൻസർ വരിക? എന്താ വരിക? ആൻസർ എന്തായി? 0 എന്നായിട്ട് മാറും അല്ലെ? അതായത് എ ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് കിട്ടുക. എ ക്വസ്റ്റ്യൻ ആൻസർ എന്താ കിട്ടുക? 0 എന്നുള്ളത് നമുക്ക് അവിടുന്ന് കിട്ടി. പിന്നെ ബി ക്വസ്റ്റ്യൻ വരുന്നത് v = 2bt എന്നാണ് നമ്മുടെ ഇക്വേഷൻ. അവിടെ എന്ത് ചെയ്യുക? t = 2 സെക്കൻഡ് ആണ്. ഇവിടെ കൊടുക്കുക, ഓരോന്നിന്റെ വാല്യൂ കൊടുക്കുക 2. അതേപോലെ എഴുതി ബിയുടെ വാല്യൂ എത്രയാണ്? 2.5 അല്ലേ? 2.5 ഇൻറ്റു ടി എത്രയാണ് പറഞ്ഞത്? 2 ആണ്. ഇൻറ്റു 2 ഇൻറ്റു 2.5 5 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 10 m/s എന്ന് കിട്ടി. അങ്ങനെ അതിന്റെ ആൻസർ കിട്ടി. ഓക്കെ അല്ലേ? അപ്പൊ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആണെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഉപയോഗിക്കാം അല്ലേ? ഇവിടെ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതിൽ തന്നെ ചോദിക്കുന്നത് എങ്ങനെയാണ്? വാട്ട് ഈസ് ദ ആവറേജ് വെലോസിറ്റി എന്നുള്ളതാണ്. ആവറേജ് വെലോസിറ്റി എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളത് ഇങ്ങനെ ഈ ഇക്വേഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. ഇത് വെച്ചിട്ട് കാര്യമില്ല, ആദ്യത്തെ ഇക്വേഷനെ ഉപയോഗിക്കണം. കാരണം ഇത് ഇൻസ്റ്റന്റ് ആകുമ്പോഴേ നമുക്ക് dx/dt എന്നുള്ള ആ രൂപത്തിലേക്ക് എഴുതാൻ പറ്റുള്ളൂ, ഡിഫറൻഷ്യൽ. അങ്ങനെയാണ് ഇത് കിട്ടിയത്. അപ്പൊ ഇത് ചെയ്യുന്നതിൻ്റെ ഒക്കെ മുന്നേ ഉള്ളത് വെച്ചിട്ടാണ് ആവറേജ് വെലോസിറ്റി കാണാനുള്ളത്. ആവറേജ് വെലോസിറ്റി കാണാനുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഇഫ് എ പാർട്ടിക്കിൾ covers a distance s1 with a velocity v1 and s2 with a velocity v2, what is the average velocity എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ v1 എന്ന് പറയുന്ന വെലോസിറ്റിയിൽ s1 ഡിസ്റ്റൻസ് കവർ ചെയ്യും, v2 എന്ന് പറയുന്ന വെലോസിറ്റിയിൽ s2 ഡിസ്റ്റൻസ് കവർ ചെയ്യും. ഇത്രയും നമ്മളെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളൂ. നമുക്ക് കാണേണ്ടത് എന്താണ്? ആവറേജ് വെലോസിറ്റി എത്രയെന്നുള്ളതാണ് നമ്മൾ കണ്ടെത്താനുള്ളത്. ആവറേജ് വെലോസിറ്റി കണ്ടെത്താൻ എന്താ ചെയ്യേണ്ടത്? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റിനെ ടോട്ടൽ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? s1 + s2 രണ്ടും കൂടി എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. s1 + s2 ചെയ്തു, നമുക്ക് എന്ത് കിട്ടി? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് അവിടുന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? ടോട്ടൽ ടൈം കാണണം. ടോട്ടൽ ടൈം കാണാൻ അവിടുന്ന് ടൈം തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ എന്ത് ചെയ്യണം? ടൈം, ഓരോ ടൈമും എത്രയെന്നുള്ള ആദ്യം കണ്ടെത്തുക. രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ ടൈമും കിട്ടും. അപ്പോൾ ടൈം കണ്ടെത്താൻ വേണ്ടിയിട്ട് t1 = എന്താ വരിക? ഡിസ്പ്ലേസ്മെന്റ് s1 / v1 ചെയ്താൽ നമുക്ക് ഒന്നാമത്തെ ടൈം കിട്ടി. t1 = s1/v1 എന്ന് ചെയ്താൽ മതി. ഇനി രണ്ടാമത്തേതിന്റെ ടൈം കാണാൻ, ഈ സമയം കാണാൻ t2 എന്ന് കൊടുത്തു. s2 / v2 എന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടൈം നമുക്ക് കിട്ടി. ഇനി ടോട്ടൽ ടൈം കാണാൻ രണ്ടും കൂടി ആഡ് ചെയ്താൽ പോരെ? പ്ലസ് ചെയ്താൽ പോരെ? ടോട്ടൽ ടൈം t = s1/v1 പ്ലസ് s2/v2 എന്ന് ചെയ്ത് നമുക്ക് ടോട്ടൽ ടൈമും കിട്ടി. അതായത് നമുക്ക് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റും കിട്ടി, ടോട്ടൽ ടൈമും കിട്ടിയില്ലേ? ഇനി എന്താ ചെയ്യാനുള്ളത്? ഇനി ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വെലോസിറ്റി കിട്ടി, ആവറേജ് വെലോസിറ്റി കിട്ടിയല്ലോ. ആവറേജ് വെലോസിറ്റി v = ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് s1 + s2 ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ഇതല്ലേ ടോട്ടൽ ടൈം കിട്ടിയത്? ഇത് ഇതേപോലെ ഇവിടെ എഴുതി വെച്ചു, s1/v1 പ്ലസ് s2/v2 എഴുതി ഇല്ലേ? അതോടുകൂടി നമ്മൾ ആൻസർ ആയി, ആവറേജ് വെലോസിറ്റി കാണാനുള്ള ആൻസർ ആയി. ഇനി ഈ s1 ഉം s2 ഈക്വൽ ആണെങ്കിൽ, s1 = s2 ആണെങ്കിൽ, s1 = s2 ആണെങ്കിൽ നമ്മളെ ഇക്വേഷൻ എങ്ങനെ മാറും എന്നുള്ളത് നമുക്ക് നോക്കാം. ഇഫ് s1 = s2 ആണ്, അതുകൊണ്ട് തന്നെ രണ്ടിനും കൂടി നമുക്ക് എന്ത് ചെയ്താൽ മതി? s1 s2 എന്നൊക്കെ എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ അവർ എന്ത് കൊടുത്താൽ മതി? s എന്ന് കൊടുത്താൽ മതി. ഇഫ് s1 = s2 = s ആണെങ്കിൽ, രണ്ടും s ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇക്വേഷൻ എങ്ങനെ മാറ്റം വരും നോക്കാം. ഇവിടെ എന്ത് ചെയ്യേണ്ടി വരും? s1 എന്നതിന് പകരം s കൊടുത്തു, s2 എന്നതിന് പകരം s കൊടുത്തു, പിന്നെ s1 എന്നതിന് s കണ്ടില്ലേ? s1 s2 എന്നുള്ളത് മാറ്റിയിട്ട് ഫുൾ s ആയിട്ട് കൊടുത്തു. ഇക്വേഷന്റെ ഇങ്ങനെ എഴുതി വെച്ചു. എഴുതി കൂടെ. നെക്സ്റ്റ് ഇതില് ഒന്ന് ചെയ്ത് നോക്കുകയാണ്. ചെയ്ത് നോക്കുന്ന സമയത്ത് s + s എന്ന് പറഞ്ഞാൽ എന്താ വരിക?
എസ് പ്ലസ് എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വരിക? 2s എന്ന് വരും അല്ലേ? അങ്ങനെ 2s ഡിവൈഡഡ് ബൈ എന്താ വന്നിട്ടുള്ളത്? V2s പ്ലസ് V1s ഡിവൈഡഡ് ബൈ V1 V2. ഇതെങ്ങനെ കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തൂടെ? V2s V1s ഡിവൈഡഡ് ബൈ V1 V2 കണ്ടില്ലേ നിങ്ങൾ? ഡിവൈഡഡ് ബൈ V1 V2 എന്ന് കിട്ടി. അപ്പൊ അത് കിട്ടി. ഇനി ഏറ്റവും താഴെയുള്ള 3 ലെയർ ആയിട്ടാണ് ഇത് കിടക്കുന്നത് അല്ലേ? ഏറ്റവും താഴെയല്ലേ V1 V2 കിടക്കുന്നത്? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ മുകളിലേക്ക് കൊണ്ടുവന്നൂടെ? ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ അത് മുകളിലെത്തിയിട്ട് V is equal to 2s into V1 V2 എന്നായി. ഈ V1 V2 താഴെയുള്ള V1 V2 എടുത്തിട്ട് മുകളിലേക്ക് കൊണ്ടുവന്നപ്പോ 2s into V1 V2 ഡിവൈഡഡ് ബൈ താഴെയുള്ള സാധനം V2s plus V1s അല്ലേ? ഇപ്പൊ വെലോസിറ്റിക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. ഇനി ഇവിടെ നോക്കാം. ഈ താഴെ V2s plus V1s എന്നല്ലേ ഉള്ളത്? രണ്ടിലും എസ് ഇല്ലേ? എസ് കോമൺ അല്ലേ? ബ്രാക്കറ്റിന് പുറത്തേക്ക് എടുത്തിട്ട് എഴുതി കൂടെ? അങ്ങനെ എഴുതി കൊടുത്തതാണ്. മുകളിൽ അതേപോലെ എഴുതിച്ചിട്ടുണ്ട്, ഒരു മാറ്റം വരുത്തിയിട്ടില്ല. താഴെയുള്ളത് എസ് ഇൻറ്റു V1 V2 പ്ലസ് V1 എഴുതിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ എന്തെങ്കിലും ക്യാൻസൽ ചെയ്ത് പോവാണ്ടോ നോക്ക്. ഉണ്ട്. എന്തൊക്കെയുണ്ട്? മുകളിലും എസ് ഉണ്ട്, താഴെയും എസ് ഉണ്ട്. 2 എസ് കൂടി ക്യാൻസൽ ചെയ്തൂടെ? എസ് രണ്ടും ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി ഉണ്ടാവുക V is equal to 2 V1 V2 ഡിവൈഡഡ് ബൈ V2 പ്ലസ് V1 എന്നല്ലേ? 2 V1 V2 ഡിവൈഡഡ് ബൈ V2 പ്ലസ് V1. അപ്പൊ ഇതാണ് ആവറേജ് വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ആവറേജ് വെലോസിറ്റി കാണാൻ ടൈം ഹാഫ് ആണെങ്കിൽ എങ്ങനെയാണ് ആവറേജ് വെലോസിറ്റി കാണാന്നുള്ള ഇക്വേഷൻ കണ്ടെത്തി. ഇപ്പൊ നമ്മൾ എന്തും കണ്ടെത്തി? പൊസിഷന് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് പകുതി ആണെങ്കിൽ എങ്ങനെയാണ് ആവറേജ് വെലോസിറ്റി കാണാന്നുള്ള ഇക്വേഷൻ കണ്ടെത്തി അല്ലേ? ഓക്കെ.